മേജബിൻ, രചന സിലൂട്ടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആവുപ്പ ഞാൻ ഇറങ്ങി, കാറില്ല, വേഗത്തും. ഇത്രയും പറഞ്ഞ് കണ്ണ് രണ്ട് റോഡിലേക്ക് വായിച്ച് ഫോൺ കാർ ബ്ലൂടൂത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണ് റോഡിന്റെ സൈഡിലായി ഒരു ആൾക്കൂട്ടം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സമയമേറെ ഇരുട്ടി. ഉപ്പ് ഒറ്റയ്ക്കാണെന്ന് മനസ്സ് വിളിച്ച് പറഞ്ഞെങ്കിലും കാലുകൾ അത് ചെവിക്കൊള്ളാതെ ബ്രേക്കിൽ അമർത്തി ചവിട്ടിയിരുന്നു. തോണിലേക്ക് വീണ് കിടന്ന തട്ടം തലയിലേക്ക് വലിച്ചിട്ടുകൊണ്ടവൾ കാറിന്റെ ഡോറ് തുറന്നിറങ്ങി ആ ആൾക്കൂട്ട് ലക്ഷ്യമാക്കി നടന്നു. ആളുകളെ വകഞ്ഞു മാറ്റിയിടയിലൂടെ ചൂണ്ടുവിരലിൽ ഉയർന്നു പൊങ്ങി നോക്കിയതും കണ്ടത് ചോരയിൽ കുതിർന്ന അവശനായി കമിഴ്ന്നു കിടക്കുന്ന ഒരാളെയാണ്. അടുത്തായി തന്നെ ഒരു ബൈക്കും മറിഞ്ഞു വീണിട്ടുണ്ട്. ഇത്രയും ആളുകൾ നോക്കി നിൽക്കുകയല്ലാതെ അയാളെ രക്ഷിക്കാനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടതും അവൾ മുന്നിലുള്ള ആളുകളെ തള്ളി മാറ്റി വീണെടുക്കുന്ന ആളുകളുടെ അടുത്തായി മുട്ടുകുത്തിയിരുന്നു. അവന്റെ ഭാരിച്ച ശരീരം അവൾ ഒറ്റയ്ക്ക് തിരിച്ചെടുത്താൻ പ്രയാസപ്പെടുന്ന കണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് രണ്ടുപേർ കൂടി അയാളെ തിരിച്ചു കിടത്തി. വസ്ത്രവും ദേഹവും ഒന്നാകെ ചോരയിൽ കുതിർന്ന അയാളുടെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചതും ഒരു നിമിഷം അവൾ തറഞ്ഞു പോയി. അതെ, പരിചിതമായ മുഖം. കാലങ്ങൾക്ക് മുന്നേ ഈ നെഞ്ചിൽ നിറഞ്ഞിരുന്ന ഒരേ ഒരു മുഖം. ഏറെ മാറ്റങ്ങൾ വന്നെങ്കിലും ഒരു നോക്കിൽ തന്നെ താൻ തിരിച്ചറിഞ്ഞു. ഒരു കൂടിക്കാഴ്ച മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊന്ന്. പെട്ടെന്ന് ബോധം വന്നപ്പോൾ അവന്റെ ഇടത് കൈപ്പത്തി പൊക്കി തന്റെ കൈക്കുള്ളിലാക്കി പൾസ് ചെക്ക് ചെയ്തു. ഉണ്ട്, ജീവന്റെ തുടിപ്പുള്ളി ഈ ശരീരത്തിൽ അവശേഷിപ്പുണ്ട്. അവിടെയുള്ളവരുടെ സഹായത്താൽ അവനെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടതും സ്ട്രക്ചറിൽ കയറ്റി അയാളെ വേഗം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് അയറ്റിയിരുന്നു. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞു പോയതല്ലേ? സ്ട്രക്ചറിൽ കിടത്തി അവന്റെ ശരീരത്തിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നവളോട് കയ്യിലെ കോട്ട് ദേഹത്തണിഞ്ഞുകൊണ്ട് നടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. അവൾ തലപൊക്കി അവനെ നോക്കി. ആദിൽ, ഇറ്റ്സ് ആൻ എമർജൻസി കേസ്. ആക്സിഡന്റ് ആയിരുന്നു. താനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ചൂണ്ടുവിരൽ വാതിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും തലയൊന്നും മെല്ലാനിക്ക് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവിടെയുള്ള വെയിറ്റിംഗ് ചെയറിൽ ഇരുപ്പുറപ്പിച്ച് അവൾ കയ്യിലുള്ള ഫോണിൽ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത്. ആ ഹലോ ഉപ്പച്ചി, നിങ്ങൾ കഴിച്ചോട്ടോ, ഞാൻ വരാൻ വൈകും. ഹോസ്പിറ്റലിലാ, വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. ഡ്യൂട്ടി കഴിഞ്ഞല്ലേ മോളെ, ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ നിനക്ക് വന്നൂടെ ജെബി? കാലത്ത് ഇറങ്ങിയതല്ലേ? ചെറുശാസനയുടെ ശബ്ദത്തിൽ അയാൾ പറഞ്ഞതും അവൾ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി മുഖത്തിന് നേരെ പിടിച്ച് കണ്ണ് രണ്ടു ഇറുക്കെ പൂട്ടിയെന്ന് വിശ്വസിച്ചു. അങ്ങനെ വിട്ടെറിഞ്ഞു പോരാൻ പറ്റുന്ന ഒരാളല്ലേ ഒപ്പിച്ച് അകത്ത് കിടക്കുന്നു. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കും ആളറിയും. ചുണ്ടിന്റെ കോണിൽ വിരിഞ്ഞൊരു പരിഹാസിരിയോട് അവൾ പറഞ്ഞതും അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം സംശയത്തോട് ഉയർന്നു. ഈ നാട്ടിൽ നമ്മുടെ പരിചയക്കാരോ? ആരാ ജെബി? ഈ നാട്ടുകാരനല്ല, പക്ഷെ പഴയൊരു ബന്ധമുണ്ട്. പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ അനിയത്തിയുടെ മൂത്ത മകനാവും. സാലിം അക്ബർ. അത്രയും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തവൾ ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. കണ്ണുകൾ ഗ്ലാസ് ഡോറുകളിലേക്ക് ചലിച്ചെങ്കിലും നോട്ടം തെറ്റിച്ച് കണ്ണുകൾ ഇറുകെ പൂട്ടിക്കണ്ട് പഴയ ജെബിയുടെ ഓർമ്മകളിലേക്ക് ആഴ്ന്നു. സാരിക്ക. കണ്ണുകൾ രണ്ട് നാല് മൂലകളിലേക്കും ചലിപ്പിച്ച് അവിടെയും ആരും നിന്ന് ഉറപ്പുവരുത്തി ആ ജനാലയുടെ ഇടയിൽ കൈയിട്ടുകൊണ്ട് അവൾ സ്വകാര്യം പോലെ വിളിച്ചു. മുറിയിലാകമാനം കണ്ണോടിച്ചിട്ടും ആളെ കാണാത്തുകൊണ്ട് ചുണ്ടുകുളുക്കി തിരിച്ചടന്നു. വാതിലിന്റെ ഇടയിൽ നിന്നൊരു കൈ വന്ന് അവൾ വലിച്ച് ആ മുറിയിലേക്ക് ഇട്ടത് ഒരുമിച്ചായിരുന്നു. സാരിക്ക. തന്നെ ചുമരിനോട് ചേർത്ത് ഇരുവശവും കൈകുത്തി നിന്ന് കണ്ണിൽ കുസൃതി ഒളിപ്പിച്ച് ചുണ്ടിലൊരു കള്ളച്ചിരി തൂവി നോക്കുന്നവനെ കണ്ട് അവൾ വിളിച്ചു. നിന്നോട് നിക്കാഴിയുന്നവരെ മോളത്ത് നിലയിലേക്ക് കയറുന്നില്ല പെണ്ണെ, ഉമാവൻ പറഞ്ഞു. ഇരുപുരികവും പൊക്കി താഴ്ത്തിയുള്ള അവന്റെ ചോദ്യം കേട്ട് അവളുടെ കവിളുകൾ വീർത്തു. എനിക്ക് കാണാൻ തോന്നിയോണ്ടാ വന്നേ, ഇഷ്ടമായിരിക്കും ഞാൻ പോയിക്കോളാം. പോവാനെന്ന വ്യാജേന രണ്ട് കൈ അവന്റെ നെഞ്ചിലാമർത്തി പുറകിലേക്ക് തള്ളി. അവനൊരടി പോലും അനങ്ങിയില്ലെങ്കിലും ആ കരങ്ങൾ രണ്ടും അവൻ തന്റെ ഉള്ളം കൈയിൽ പൊതിഞ്ഞ് പിടിച്ചിരുന്നു. ഉമ്മാമ്മയുടെ അമ്മായിമാരുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് കഷ്ടപ്പെട്ടിങ്ങ് കയറി വന്നല്ലേ, അപ്പോഴേക്കും പോവാണോ? അവന്റെ പറച്ചിൽ കേട്ടതും അവളുടെ ചുണ്ടുകൾ ഒന്നുകൂടി കൂർത്തു. ഈ നിക്കാഴിയുന്നവരെ കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റൂല. ഇത്രയും നാൾ നമ്മൾ രണ്ടാളും ഈ വീട്ടിൽ തന്നെ താമസിച്ച്. അപ്പം ഇല്ലാത്ത പ്രശ്നം ഇപ്പം മാത്രം. കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, എനിക്കൊന്നും ഇഷ്ടമാണില്ല കേട്ടോ. അവളുടെ സംസാരം കേട്ട് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞതും അവൻ ആ പുഞ്ചിരിയോട് അവളുടെ മൂക്കിലൊന്ന് പിടിച്ചു വിളിച്ചു. ദാ ദിവസങ്ങളിങ്ങനെ ചടയെന്ന് പോകില്ല എൻ്റെ ജെബി. അന്ന് നിന്റെ കഴുത്തിൽ എൻ്റെ പേര് കുത്തിയ മഹറിട്ടിട്ട് വേണം നമുക്ക് ഉമ്മാമ്മയുടെ മുന്നിൽ നിന്ന് ദാ ഇങ്ങനെ നിന്നെ ചേർത്ത് പിടിക്കാൻ. അവളിലേക്ക് അമർന്ന ഒരു കൈ അവളുടെ കഴുത്തിലേക്ക് ചുറ്റി അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ അവന് നേരിടാനാവാതെ താഴ്ന്നിരുന്നു. ഇന്ന് ഈ ദിവസത്തിന് വേണ്ടിയല്ലേ പെണ്ണേ നമ്മൾ കാലങ്ങളായി കാത്തിരുന്നു. ഇഷ്ടമായോ എൻ്റെ പിറന്നാൾ സമ്മാനം? ജെബിയുടെ ഇടത് കൈകളെ തൻ്റെ പേര് കുത്തിയ മോതിരത്തിൽ ചുണ്ടമർത്തിയവൻ ചോദിച്ചതും അവളുടെ കവിളുകളിൽ ചുവപ്പ് രാശി പടർന്നു. അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ അവന്റെ കൈകളിൽ താൻ ഇന്നണിയിച്ച മോതിരത്തിലേക്ക് പാറി വീണിരുന്നു. സാരി യാ വാതിലും തുറന്നേ. വാതിൽ കൊട്ടിയുള്ള ഉമ്മാമ്മയുടെ വിളി കേട്ടത് രണ്ടുപേരും ഞെട്ടിയകന്നു. ജെബിയുടെ കൈ വലിച്ച് വാതിലിന്റെ പുറകിൽ നിർത്തിക്കൊണ്ട് ടേബിളിലെ സ്പെക്സ് അണിഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്നു. അനക്ക് എന്താടാ വാതിൽ അടച്ചിട പണി? അത് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി. അവന്റെ പറച്ചിൽ ദയിച്ചില്ലെന്ന മട്ടിൽ അവനെന്ന് കൂർപ്പിച്ച് നോക്കി റൂമിലാകുന്ന കണ്ണോടിച്ചുകൊണ്ട് അവർ തിരിഞ്ഞടന്നു.
അവൻ നെഞ്ചിൽ കൈവച്ചവൻ ദീർഘനിശ്വാസം വിട്ടു. സൈഡിൽ നിന്നൊരു കുണുങ്ങി ചിരി കേട്ടവൻ വാതിലിന് പുറകിലുള്ള അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. എന്തേ ചിരി നിർത്തിയേ? തന്നെ മിഴിച്ചു നോക്കുന്നവളെ നോക്കിയവൻ ചോദ്യം പറഞ്ഞതും അവളിൽ നിന്ന് പരുങ്ങാൻ തുടങ്ങി. അവളുടെ ഒരു കിണി പറഞ്ഞ് കേൾക്കില്ലെങ്കിൽ ചാടിക്കയറി വന്നിട്ട് ഇപ്പൊ ഉമ്മാമ്മയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്തായനെ? നീ പിന്നെ രക്ഷപ്പെടുമല്ലോ. നിന്നെ വഴിതെറ്റിച്ചു എന്നും പറഞ്ഞ് നിക്കിട്ടിയാണ് വഴക്ക്. അവളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണമില്ലാത്ത കണ്ട് അവൻ നോക്കിയതും കണ്ടത് കണ്ണു നിറച്ച് നിലത്ത് മിഴിയൂന്ന് നിൽക്കുന്നവളെയാണ്. ഇങ്ങനെ ഒരു തൊട്ടാവാടി അവൻ മനസ്സിലോർത്തു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ എൻ്റെ പെണ്ണേ. അപ്പോഴേക്കും കണ്ണു നിറച്ച് കവളൊക്കെ വീർപ്പിച്ചാലോ? ഇനി ആരെങ്കിലും കയറി വരുമ്പോഴേക്കും താഴോട്ട് പോയിക്കോ. അവളുടെ തലയിലെ തട്ടൊന്നുകൂടി വലിച്ച് നേരെ ഇട്ട് കവിളിലൊന്ന് തലോടി അവൻ പറഞ്ഞതും അവൾ തലവിളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ജബി വാതിൽക്കുന്നവന്റെ വിളി കേട്ടതും അവൾ തല മാത്രം പുറകിലേക്ക് ചരിച്ചവനെ നോക്കി. നാളെ ഇതുപോലെ കയറി വരണ്ട കേട്ടോ, ഞാനേ അങ്ങോട്ട് വരാം. ചുണ്ടിൽ വിരിഞ്ഞിളം ചിരിയോടവൻ പറഞ്ഞതും ആ ചിരി അവളുടെ ചുണ്ടുകളിലേക്കും പടർന്നിരുന്നു. റൂമിൽ കയറി വാതിലടിച്ച് ഡിം ലൈറ്റിന്റെ വെട്ടത്തിൽ അവൾ കയ്യിലുള്ള മോതിരത്തിൽ തന്നെ കണ്ണു നട്ടിരുന്നു. ഇന്നായിരുന്നു തനിക്ക് 18 തികഞ്ഞത്. സ്കൂളിൽ എല്ലാവർക്കും മിഠായി കൊടുക്കും, ഉപ്പാടെ വക ഒരു പുതിയ കുപ്പായം. എന്നും അവിടെ തീരുമാനമായിരുന്നു തന്റെ പിറന്നാൾ ആഘോഷം. എന്നാൽ ഇന്ന് എല്ലാത്തിനും വിപരീതമായി രാവിലെ തന്നെ കുടുംബക്കാരൊക്കെ വന്നിരിക്കുന്നു. ഹാളിൽ വലിയ കേക്ക്, ഉമ്മാമ്മയുടെ വക വില കൂടിയ പുത്തനുടുപ്പ് ഒക്കെ കണ്ട് കണ്ണു തള്ളിയിരിക്കുമ്പോഴാണ് സാരിക്കാനെ പിടിച്ച് എൻ്റെ വലതുവശത്ത് നിർത്തിയത്. മൂപ്പരുടെ കൈയിൻ്റെ ചൂട് വിരലിൽ തട്ടിയപ്പോഴാണ് ഇന്ന് ഞങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കലാണെന്ന് അറിഞ്ഞു തന്നെ. സന്തോഷവും ദേഷ്യവും ഒക്കെ ഒന്നിച്ചു വന്നു. എന്നോട് ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചുറ്റുമുള്ളവരുടെ മുഖത്തുള്ള സന്തോഷവും സാലിക്കായുടെ മുഖത്ത് എടുത്തു നിന്നിരുന്ന പുഞ്ചിരിയും ഉള്ളിലുള്ള ദേഷ്യത്തെ തന്നാലെ അലിയിച്ച് കളഞ്ഞു. പണ്ട് ഓത്തുപള്ളിയിൽ നിന്ന് കത്ത് കൈമാറി ഞങ്ങൾ രണ്ടിനെയും ഉസ്താദ് കൈയോടെ പിടിച്ചു. വീട്ടിലറിഞ്ഞ് സാലിക്കാക്ക് ചൂരൽ കൊണ്ട് ഉപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് എല്ലാവരും. എൻ്റെ കയ്യിൽ അമർന്ന സാലിക്കയുടെ കയ്യിൽ നിന്ന് ആളും അതൊക്കെ ഓർത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും സലീഖാനോട് സംസാരിച്ചിരിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉമ്മാമ നിക്കാവരെ രണ്ടാളും കാണാൻ പാടില്ലെന്ന് തീർത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് നേരത്തെ എല്ലാവരെയും കണ്ണുവെട്ടിച്ച് മൂപ്പരെ കാണാൻ പോയത്. നിക്കാഹിന് 2 ആഴ്ച മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാ രീതിയിലും തിരക്കായിരുന്നു. എന്നാലും ജനലിൻ്റെ ഇടയിലൂടെ സാലിക്കെന്നും പാത്തു വന്ന് മിണ്ടുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചെന്നാണ് എൻ്റെ തുടയിടുക്കിലൂടെ രക്തം ഒലിച്ചിറങ്ങിയത്. മാസക്കുളി ആയതുകൊണ്ട് തന്നെ ഉമ്മാമ പോണ്ടെന്ന് താക്കീത് വെച്ചതും കണ്ണു നിറച്ചുകൊണ്ട് പത്തായപ്പുരയിലേക്ക് ഒതുങ്ങിക്കൂടി. തന്നെ കൂട്ടാതെ എല്ലാവരും ചരക്കെടുക്കാൻ പോയി. കല്യാണ പെണ്ണ് ഞാനല്ലേ? ഈ ആർത്തവം എന്ന് പറയുന്ന അത്രയ്ക്ക് അശുദ്ധിയാണോ? സാരിക്ക് പോലും എന്നെ കാണാതെ തിരക്കി വന്നില്ലല്ലോ. ഉപ്പയും മൂത്താപ്പയും കൂടി നിക്കാതെ വിളിക്കാൻ പോയി. എൻ്റെ ഉപ്പ അറിഞ്ഞിട്ടുണ്ടാവോ ഞാൻ ഒറ്റക്കാണെന്ന്? ഡോക്ടർ തോളിൽ ആരോ വന്ന് തട്ടിയതും കണ്ണുകൾ മിഴിച്ച് തുറന്ന് ഞെട്ടി എഴുന്നേറ്റു. ആ ആദിൽ കൈകൊണ്ട് മുഖമാമ്പത്തി തുടച്ചവൾ അവന് നേരെ തിരിഞ്ഞു. അത് പേഷ്യന് നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. സോ ബ്ലഡ് ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് തന്നെ വിളിച്ച്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവാണ്. അവളുടെ മറുപടി കേട്ട് അവൻ്റെ കണ്ണു വിഴിഞ്ഞു. താൻ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പോലും പറയാതെ അവൾക്ക് എങ്ങനെ? ലെറ്റ്സ് ഗോ. ഉള്ളിലെ സംശയം മൂടി വെച്ചാൽ അവളെയും കൊണ്ട് ബ്ലഡ് ഡൊണേറ്റിംഗ് റൂമിലേക്ക് കയറി. കയ്യിലേക്ക് സിറിഞ്ച് കുത്തി കയറ്റുമ്പോഴും അവൾ നിർജീവമായിരുന്നു. തൻ്റെ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന രക്തത്തിലേക്ക് നോക്കിയിരിക്കെ അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു. ജബി, നാളെ കഴിഞ്ഞ് ഇന്ത്യയും സനൻ്റെയും നിക്കാഹാണ്. സാലിമിൻ്റെ ശബ്ദം കൂരിയും പോലെ അവളുടെ ചെവിയിലേക്ക് വഹിച്ചെങ്കിലും അവൾ തലയുയർത്തി നോക്കിയിരുന്നില്ല. ജബി, അവളിൽ നിന്നൊരു മറുപടിയും ലഭിക്കാത്തതിനാൽ അവനൊന്നുകൂടി വിളിച്ചും അവൾ അവനെ തലയുയർത്തി തുറിച്ചു നോക്കി. പേടിക്കേണ്ട സാലിക്ക, നമ്മുടെ വെട്ടിമാറ്റിയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. നാളെ കഴിഞ്ഞല്ലേ നമ്മൾ നിൽക്കാതെ തീരുമാനിച്ച അതേ ദിവസം. മാഷാ അല്ലാ, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിഹാസ രൂപേണ പറഞ്ഞവൾ മുഖം തിരിച്ചതും അവൻ ആ മുറിയിൽ നിന്ന് നടന്നകന്നിരുന്നു. അവൻ്റെ സാമീപ്യം അകന്നു പോയെന്നറിഞ്ഞതും പിടിച്ചു വെച്ചിരുന്ന അവളുടെ കണ്ണുനീർ കവിളുകളെ മുത്തി ഒഴുകി ഇറങ്ങിയിരുന്നു. എന്നെ വേണ്ടാതായി, ആർക്കും വേണ്ടാതായി. അല്ലെങ്കിലും പിഴച്ചവളെ നിക്കാഴിക്കാൻ ആരെങ്കിലും നിന്നേര. ആളുടെ ഉള്ളം വിങ്ങി. ഒരു സ്ത്രീയെ പൂർണ്ണമാക്കുന്ന രക്തത്തുള്ളികളെ അശുദ്ധിയുടെ പേര് ചാർത്തി തന്നെ ഇവിടെ തനിച്ചിട്ട് പോയി വന്നപ്പോഴേക്കും താൻ പിഴച്ചവളായി മാറിയിരിക്കുന്നു. അടച്ചുറപ്പില്ലാത്ത പത്തായപ്പുരയുടെ വാതിൽ തള്ളി തുറന്ന് പറമ്പിലെ പണിക്കാരൻ ഖാദർ തനിക്ക് നേരെ വന്നപ്പോൾ ഒരടി ഇറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. 1000 സൂചികൾ അടിവയറ്റിൽ കുത്തിയിറങ്ങുന്ന വേദന സഹിച്ചു പിടിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അയാളുടെ കൈയിറപ്പിന് മുമ്പിൽ താൻ ബലഹീനയായി പോയി. ഒന്നുറക്കി അലറിക്കറിഞ്ഞാൽ പോലും കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആവശ്യമായ തൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും അയാൾ അമരുമ്പോഴാണ് പെണ്ണായി ജനിച്ചത് ഇത്രയും വലിയ തെറ്റായി പോയെന്നറിഞ്ഞത്. കിതച്ചുകൊണ്ട് അയാൾ തന്നെ വിട്ടകലുമ്പോഴും തുടയിടുക്കിലൂടെ ചുടുരക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അരയുടെ കീഴ്പോട്ട് തളർന്ന പോലെ, നടുവും വയറും കൊത്തിപ്പറിക്കുന്ന പോലെ. ഒടുവിൽ ബാക്കിയുണ്ടായിരുന്ന ബോധം വിട്ടകലുമ്പോഴും കൈകൾ ഒരു തുണ്ട് വസ്ത്രത്തിനായി പരതി. കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്നെ മാറോട് ചേർത്ത് പൊട്ടിക്കരയുന്ന ഉപ്പയെയാണ്. കണ്ണുകൾ ചിമ്മി തുറന്ന് വീക്ഷിച്ചപ്പോൾ ആശുപത്രി കിടക്കിലാണെന്ന് മനസ്സിലായി.
അടിവയറ്റിലെ കുത്തിപ്പിടുത്ത ഇപ്പോഴും മുറുകി തന്നെയുണ്ട്. ഉപ്പാടെ കണ്ണുനീര് ദേഹത്ത് ഇറ്റി വീഴുന്നുണ്ടെങ്കിലും അലിവ് തോന്നുന്നില്ല. നിർജീവമായ അവസ്ഥ മാത്രം. ഞാനൊരു തോൽവിയാണല്ലേ മോളെ. ഞാൻ അറിഞ്ഞില്ല നിന്നെ അവരെല്ലാം ഒറ്റക്കാക്കി പോയത്. എൻ്റെ 4-ാം വയസ്സിൽ ഉമ്മമ്മളെ വിട്ടു പോകുമ്പോൾ ഞാൻ ഓൾക്ക് വാക്കുകൊടുത്ത എൻ്റെ മോളൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് പൂർത്തിയാക്കാനാവാതെ ഉപ്പ വിങ്ങിപ്പൊട്ടിയതും ഞാനും ആ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം എന്നിൽ നിന്നൊരു പ്രതികരണമെങ്കിലും വന്ന സന്തോഷം കൊണ്ടോ അതോ ഉള്ളിലെ സങ്കടം കൊണ്ടോ ഉപ്പയുടെ കരച്ചിലിന്റെ ആക്കം കൂടി. ഉമ്മാനെ കാണാൻ തോന്നുന്ന ഉപ്പ, വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞതും അയാളുടെ നെഞ്ചൊന്ന് വീങ്ങി. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിൽ പിന്നെ തന്നെ എല്ലാവരും കൂടി ഒരു മാറാരോഗത്തിന് അടിമയെ പോലെ നോക്കുന്ന കണ്ടപ്പോൾ മനസ്സേറെ കൊതിച്ചിരുന്നു. തൻ്റെ ഉമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മാറിൽ വീണ് പൊട്ടിക്കരയാൻ. ആ മടിയിൽ തലയായിച്ചുറങ്ങാൻ തനിക്കും ഭാഗ്യമില്ല. എല്ലാം കൊണ്ടും ഭാഗ്യം കെട്ടുപോയവൾ. ഞമ്മളെ കാതരി അപ്പുറത്തെ പറമ്പിലെ പൊട്ടക്കിണറ്റിൽ വീണു. ആരെ കൊന്നിട്ടാണെന്നൊരു കേട്ടുകേൾവിയുണ്ട്. ചുമരിനപ്പുറത്ത് നിന്ന് അമ്മായിയുടെ വാക്കുകൾ കേട്ടതും ഉപ്പയുടെ മുഖം മനസ്സിൽ മിന്നി മറഞ്ഞു. ഇന്നലെയൊക്കെ പറയുമ്പോൾ ആ കണ്ണിൽ കണ്ണീരിൻ്റെ ഇടയിലും തെളിഞ്ഞുന്ന പക അവൾ ഓർത്തെടുത്തു. അയാളുടെ മരണവാർത്ത കേട്ട് മനസ്സിൽ സംതൃപ്തി വരുന്നില്ല. അയാൾ അതിലും ഭീകരമായി കൊല്ലേണ്ടിയിരുന്നെന്ന് തോന്നില്ല. ഒരു പെണ്ണ് മാസത്തിൽ 7 ദിവസം അനുഭവിക്കുന്ന വേദന ഒരുമിച്ച് അറിയിക്കണമായിരുന്നു. ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്ന വേദനയെ അറിയിച്ചിട്ട് വേണമായിരുന്നു അയാളെ കൊല്ലാൻ. മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോഴും കണ്ണുകൾ ഒരേ ഒരാൾക്ക് വേണ്ടി വാതിൽക്കലും ജനലടിയിലും അലഞ്ഞിരുന്നു. ചേർത്തിരുത്തി ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഈ നെഞ്ചിലെ തീ കുറച്ചെങ്കിലും ശമനം വന്നേനെ. ഇതൊക്കെ മനസ്സിലാശിക്കുമ്പോഴും അറിഞ്ഞിരുന്നില്ല ചുമരിനപ്പുറത്തെ ആൾക്ക് വേണ്ടി എല്ലാവരും കൂടി പുതിയൊരു മണവാട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണെന്ന്. ഈ പഴച്ചവൾ ഇനി മാറിയാർത്തി കൂടെ കൂട്ടാൻ പറ്റില്ലാലോ. ഉപ്പാടെ വായിൽ നിന്ന് തന്റെ കൂട്ടുകാരി സനക്കാണാൻ നറുക്ക് വീണെന്നറിഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണിനെ തടഞ്ഞിരുത്തി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അർഹതയില്ലാത്തതായിരുന്നു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഉപ്പ ഇവിടുന്ന് ഇറങ്ങാമെന്ന് 100 ആവർത്തി പറഞ്ഞെങ്കിലും ഈ നിക്കാഹ് കൺമുമ്പിൽ കാണണമെന്ന് തന്നെ മാത്രം വാശിയായിരുന്നു. അതിനിടയിൽ സാലിമിന്റെ കൺമുമ്പിൽ പെട്ട് നിക്കാഹിന്റെ കാര്യം തന്നെ അറിയിക്കാൻ വേണ്ടി മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവന് ഉപദേശം കിട്ടി കാണും പിഴച്ചവളുടെ മുന്നിൽ ചെന്ന് പെടരുതെന്ന്. സാലിമിന്റെ നിക്കാഹിന് വന്നവരും തന്നെ അവജ്ഞതയോടെ നോക്കി. ചിലരുടെ കണ്ണിൽ പരിഹാസവും. ഒടുവിൽ ഉമ്മാമ വന്ന് മുറിയിൽ പൂട്ടിയിടുമ്പോഴും മനസ്സ് കല്ലായി. അതെ, താൻ മാറിയിരിക്കുന്നു. തൊട്ടാൽ കരഞ്ഞിരുന്നവൾ ഇന്ന് നെഞ്ചിൽ കത്തികൊണ്ട് കുത്തുന്ന വേദന അനുഭവിച്ചിട്ടും കണ്ണീർ പൊഴിക്കുന്നില്ല. സാലിമിന്റെ മാറുമണിഞ്ഞ് സന പടി ചവിട്ടിയാന്ന് ഉപ്പ എന്റെ കൈയും പിടിച്ച് ആ പടിയിറങ്ങിയിരുന്നു. തങ്ങളെ കണ്ണുതുറിച്ച് നോക്കുന്നവർക്കിടയിലൂടെ തലകുനിച്ച് നടക്കുമ്പോൾ ഉപ്പയുടെ നെഞ്ചിലെ ചൂട് ആ കരങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. എനിക്ക് പഠിക്കണോപ്പ, എന്നിട്ട് വലിയ ആളാവണം. 2 മാസത്തെ കൗൺസിലിങ്ങും മെഡിറ്റേഷനും കഴിഞ്ഞ് ഉപ്പാന്റെ അടുത്ത് എത്തിയ എൻ്റെ വായിൽ നിന്ന് ആദ്യം തന്നെ വന്ന് ഇത് മാത്രമായിരുന്നു. എനിക്ക് വേണ്ടി മാത്രം ജീവിതം ബാക്കി വെച്ചിരുന്നു ഉപ്പ. കഷ്ടപ്പാട് താണ്ടി എന്നെ പഠിപ്പിച്ചു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നു. ഒടുവിൽ ഇന്ന് കാണുന്ന ഡോക്ടർ പദവിയിലേക്കും എത്തിച്ചു. ജബിൻ, മണിക്കൂർ 2 കഴിഞ്ഞു കേട്ടോ. തോളിൽ തട്ടി ആദിൽ വിളിച്ചതും ആൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. കയ്യിലെ സിറിഞ്ചെടുത്ത് മാറ്റിയിരിക്കുന്നു. ഐ ആം സോറി. ഏയ് സാറില്ലടോ, താൻ ഭയങ്കര ടയർഡാണെന്ന് തോന്നിയിരുന്നു, അതാ വിളിക്കാൻ ഞാനിപ്പോൾ വന്നെന്താണെന്ന് വെച്ചാൽ നേരത്തെ ആ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിട്ടില്ല. എന്നാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ബീവിയും കൂട്ടി ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നു. പോയില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. സോ ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. പിന്നെ ഹാപ്പി ആനിവേഴ്സറി ബീവിയോടും പറഞ്ഞു കേട്ടോ. അവനൊരു പുഞ്ചിരി തൂങ്ങിക്കൊണ്ടാകുന്നതും അവൾ മുഖം കഴുകി അമർത്തി തുടച്ചുകൊണ്ട് സാലിമിന്റെ അടുത്തേക്ക് പോയി. ഗ്ലാസ് ഡോർ തുറക്കാറഞ്ഞതും അവിടെ റെസ്റ്റിംഗ് ചെയറിലിരിക്കുന്നവരെ കണ്ട് കാലുകൾ സ്തംഭിച്ചു. സനയും സാലിമിന്റെ ഉമ്മയും വാപ്പയും. അവർ തന്നോട് എന്തോ ചോദിക്കാനായി നാവുയർത്തിയതും അവൾ കാറ്റുപോലെ അകത്തേക്ക് വലിഞ്ഞു. അവൾ സാലിമിന്റെ അടുത്തേക്ക് ചലിച്ചു. വയറിൽ എന്തോ കമ്പി കൊണ്ടുള്ള മുറിവാണ്. ബ്ലീഡിങ്ങിനുള്ള കാരണം അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തനിക്ക് വരാൻ പറ്റില്ലെന്ന് അവൾ ഫോൺ വിളിച്ച് ഉപ്പയോട് പറയാൻ പുറത്തേക്ക് ഇറങ്ങിയതും സാലിമിന്റെ ഉപ്പ അവളുടെ മുന്നിലേക്ക് കയറി വന്ന് ഒരുമിച്ചായിരുന്നു. അവൾ ചുണ്ടുകൾ വിടർത്തി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചതും അയാളുടെ തല താഴ്ന്നതായി തോന്നി. സാലിമിന് കുഴപ്പമൊന്നുമില്ല, മുറിവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കോൺഷ്യസ് ആയ ഉടനെ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല, ഒരു മുറിയെടുത്ത് വേണമെങ്കിൽ വിശ്രമിക്കാം. ആൾ നന്നേ സംസാരിക്കാൻ പഠിച്ചിരുന്നു. അയാളുടെ മനസ്സും ഒഴിഞ്ഞു. സൂര്യൻ കിഴക്കുതിച്ചതും സാലിമിന്റെ കണ്ണുകളും ചിമ്മി തുറക്കപ്പെട്ടു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കോട്ട് ധരിച്ചിരിക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണ് സംശയം കൊണ്ട് മിഴിഞ്ഞതും ജബിന്റെ നോട്ട് അവന്റെ എത്തിയിരുന്നു. ആള് കോൺഷ്യസ് ആയല്ലോ, ഞാൻ തന്നെ വൈഫിനെയും പേരൻസിനെയും വിടാണോ? അവളുടെ ശബ്ദം കേട്ടാൽ ജബിയാണെന്ന് ഉറപ്പിച്ചും അവൾ ആ മുറി വിട്ട് ഇറങ്ങിയിരുന്നു. അങ്ങോട്ട് കയറി വന്ന ഉപ്പയുടെ വായിൽ നിന്ന് തന്നെ ഇവിടെ എത്തിച്ചതും ഇപ്പോൾ തന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം അവിടേന്നാണെന്ന് അറിഞ്ഞതും അവന്റെ കണ്ണുകളിൽ നിന്ന് 2 കണ്ണുനീർ പൊഴിഞ്ഞു. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കുമോ? ഇപ്പൊ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങോട്ട് കയറി വന്ന ജബിന്റെ വാക്കുകൾ കേട്ടതും മൂവരും പുറത്തേക്ക് ഇറങ്ങി. ജബി അവന്റെ കയ്യിൽ ചേർത്ത് ക്യാനിലെ വേർപ്പെടുത്തി അവൾ തിരിഞ്ഞടന്നു. പുറകിൽ നിന്നൊരു വിളി കേട്ടു. ജബി. അവളിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിനാൽ ഒന്നുകൂടി അവൻ ആവർത്തിച്ചതും അവൾ അവന് നേരെ തിരിഞ്ഞു. ജബി അല്ല മിസ്റ്റർ സാലിം, മെഹാജബിൻ, ഡോക്ടർ മെഹാജബിൻ മുന്താസ്. അത് ഞാനന്ന് അവൻ വാക്കുകൾക്ക് വേണ്ടി പരതിയതും അവൾ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ടടോ, താൻ പറയുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല.
തന്നെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാന്നോ, ഒരു നന്ദി പറയാൻ. അന്ന് എന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാതിരുന്നതിന്. തൻ്റെ മകൻ എൻ്റെ കഴുത്തിൽ വീണിരുന്നെങ്കിൽ എട്ടും കൊണ്ടും തിരിയാത്ത ആ 18-ാം വയസ്സിൽ ഞാൻ ആരുടെയൊക്കെ കീഴിൽ തൻ്റെ പിള്ളേരെയും നോക്കി അടുക്കളയിലെ പുകയും കൊണ്ട് നീറി ജീവിച്ചേനെ. എനിക്ക് തന്നെ ഞാൻ ആരെങ്കിലും ആയി എന്ന തോന്നൽ വന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയപ്പോഴാണ്. ഇന്നും എൻ്റെ ഉപ്പച്ചി എന്നെ ചേർത്ത് പിടിച്ച് കരയാറുണ്ട്. ആ ചെറുപ്രായത്തിൽ എന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചതിന്. ഉപ്പയെ പറഞ്ഞിട്ടെന്താ, അന്ന് എനിക്കത് തന്നെയായിരുന്നല്ലോ ഏറ്റവും സന്തോഷം. അതെങ്ങനെ ആ പ്രായത്തിൽ ശരിയേതാണ് തെറ്റാണെന്നോ മനസ്സിലായിരുന്നില്ല. ചേർത്ത് പിടിച്ചവർ കൈയൊഴിഞ്ഞപ്പോഴാണ് അതൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഇതൊക്കെ ഈ മുഖത്തോക്കി പറയാൻ വേണ്ടി മാത്രമാണ് തന്നെ എൻ്റെ ചോര ഊറ്റി തന്നെ ഇവിടെ ജീവിപ്പിച്ച്. അല്ലാതെ എൻ്റെ വിശാല മനസ്സോട്ടാണ് തെറ്റിദ്ധരിക്കരുത്. ശാന്തമായ സ്വരത്തിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയുള്ള ഓരോ വാക്കും പറഞ്ഞതും അവൻ്റെ തല താഴ്ന്നു. ആ ഇരുത്തം കണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ഒരു ചിരിയോടെ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതൊന്ന് അടങ്ങിപ്പോയി. ആ കുടുംബം ഒട്ടാകെ ആശുപത്രിയുടെ വരാന്തയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ കണ്ണിൽ അവൾ തന്നെയാണെന്ന് അറിഞ്ഞിട്ടും അവൾ തലയുയർത്തിയൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. അതിനുള്ളിൽ വീൽ ചെയറിലിരിക്കുന്ന ഉമ്മാമ്മയെ കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് നടന്ന് മുട്ടുകുത്തിയിരുന്നു. ചുക്കി ചുളുങ്ങിയ കൈകൾ കൊണ്ട് ആ വൃദ്ധ അവളുടെ കവിളിനെ തലോടാൻ കൈ ഉയർത്തിയതും അവൾ ആ കൈകളെ തടഞ്ഞുകൊണ്ട് വീൽ ചെയറിൽ കൈയമർത്തി. ഉമ്മാമ്മേനെ മറന്നില്ലാലോ അല്ലേ? നിങ്ങളന്ന് പിഴച്ചുള്ളത് മുതിർത്തികൾ തന്നെയാ. അകത്തിയെടുക്കുന്ന ഉമ്മാമ്മയുടെ കൊച്ചുമോന്റെ ശരീരത്തിൽ ഇപ്പൊഴുകുന്ന ഈ പിഴച്ചവളുടെ രക്ത. അന്നൊരിക്കൽ ഇതേ രക്തം എൻ്റെ ദേഹത്തുനിന്ന് ഒഴുകിയത് കാരണം എന്നെ മാറ്റി നിർത്തിയോണ്ടാ ഞാനും പിഴച്ചത്. അന്ന് ഞാൻ മനസ്സുകൊണ്ട് ശപിച്ചിരുന്നു പെണ്ണായി ജനിച്ചതിൽ. എന്നാൽ ഇന്ന് പെണ്ണായി ജനിച്ചതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അതിന് കാരണവും നിങ്ങൾ ഓരോരുത്തരാ. അപ്പൊ ഇൻഷാ അല്ലാഹ് കാണാം. മോനി നിവർന്നുകൊണ്ട് എഴുന്നേറ്റ് അവസാനത്തെ വാചകം പറഞ്ഞുകൊണ്ട് അവൾ നടന്നകുന്നതും അവളുടെ ഉള്ളം കയ്യിൽ ഒരു ചൂട് സ്പർശനം അറിഞ്ഞ് തലവരുത്തി നോക്കിയതും തനിക്ക് തോളോട് ചേർന്ന് നിൽക്കുന്ന ഉപ്പയെ കണ്ട് അവളുടെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിജയിച്ചവളുടെ പുഞ്ചിരി.